കിടന്നുറങ്ങി 10 ലക്ഷം ശമ്പളം വാങ്ങിയാലോ? നന്നായി ഉറങ്ങാൻ കഴിയുന്നവർക്കായി വേക്ക്ഫിറ്റിൻ്റെ സ്ലീപ്പ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം. ജോലി ബാംഗ്ലൂരുവിൽ. വെറുതെ കിടന്നുറങ്ങി ലക്ഷങ്ങൾ സമ്പാദിച്ചാലോ? ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാത്തവരായി ആരുമുണ്ടാവില്ല. അത്തരം കുഴിമടിയന്മാർക്കായി അത്തരമൊരു ജോലി വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ വേക്ക്ഫിറ്റ്. ഇത് 4ാം തവണയാണ് വേക്ക്ഫിറ്റ് സ്ലീപ്പ് ഇൻറ്റേൺഷിപ്പ് എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇനി ജോലി എന്താണെന്നല്ലേ വിശദമായി തന്നെ അറിയാം. 2 മാസത്തേക്കുള്ള ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് വേക്ക്ഫിറ്റ് സംഘടിപ്പിക്കുന്നത്. സ്റ്റൈഫൻഡായി 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് വാഗ്ദാനം. ജോലിസ്ഥലം അവർ തന്നെ തയ്യാറാക്കി നൽകുന്ന അത്യാധുനിക കിടക്കയും രാത്രിയിൽ കുറഞ്ഞത് 8 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണം. രാവിലെ 20 മിനിറ്റ് എക്സ്ട്രാ കിടന്നുറങ്ങിയാൽ വളരെ നല്ലത്. ഇത്തരക്കാർക്ക് പ്രത്യേക പോയിൻറ്റും ലഭിക്കും. വാരാന്തങ്ങളിൽ ഉറക്കസമയം അല്പം കൂടി നീട്ടേണ്ടി വരും. പരിചയസമ്പന്നരായ സ്ലീപ്പ് മെൻറ്റർമാരുടെ വർക്ക്ഷോപ്പുകളും നിങ്ങൾക്കായി സംഘടിപ്പിക്കും. എല്ലാ ദിവസവും സന്തുലിതമായി ഒരേ സമയം ഉറങ്ങാൻ കഴിയുന്നവർക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. നല്ല അച്ചടക്കം പാലിക്കണം. അതായത് ഔദ്യോഗിക കോളുകളോ മറ്റ് സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളോ മൊബൈൽ ഉപയോഗമോ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കാൻ പാടില്ല. മാനസികവും ശാരീരികവുമായ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് വേണം കിടന്നുറങ്ങാൻ. 22 വയസ്സ് കഴിഞ്ഞവർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാനാവുക. ബിരുദമോ PGയോ ആണ് വിദ്യാഭ്യാസ യോഗ്യത. തിരഞ്ഞെടുത്ത സ്ലീപ്പ് ഇൻറ്റേണുകൾക്ക് 1 ലക്ഷവും ഈ വർഷത്തെ സ്ലീപ്പ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെടുന്നയാൾക്ക് 10 ലക്ഷവുമാണ് ശമ്പളമായി ലഭിക്കുക. 3 സീസണുകൾ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമാണ് കമ്പനി തങ്ങളുടെ 4ാം സ്ലീപ്പ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെത്തുന്നത്. 3ാം സീസണിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള സായുശ്രീ പാട്ടിലായിരുന്നു വിജയി. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കമ്പനി വെബ്സൈറ്റ് സന്ദർശിക്കുക. ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ചുമ്മാ കാപ്പി കുടിച്ചിരുന്നാൽ മതി ലക്ഷങ്ങൾ സമ്പാദിക്കാം. കോഫി ടേസ്റ്റർ കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കാം. കോഫി ടേസ്റ്ററാകാൻ ആഗ്രഹിക്കുന്നവർക്ക് കോഫി ബോർഡ് നടത്തുന്ന കോഫി ക്വാളിറ്റി മാനേജ്മെൻറ്റ് ബിരുദാനന്തര ഡിപ്ലോമ പ്രോഗ്രാമിന് അപേക്ഷിക്കാം. ചിക്കമംഗ്ലൂർ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് കോഴ്സ് നടത്തുന്നത്. ജീവശാസ്ത്ര, കാർഷിക, ബയോടെക്, ഫുഡ് ടെക്നോളജി ബിരുദക്കാർക്ക് അപേക്ഷിക്കാം. അക്കാഡമിക് മികവ്, പേഴ്സണൽ ഇൻ്റർവ്യൂ, സെൻസറി വിലയിരുത്തൽ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. കോഫി ഇൻഡസ്ട്രി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്പോൺസർഷിപ്പ് സീറ്റുകളുണ്ട്. സെപ്റ്റംബർ 16 വരെ അപേക്ഷിക്കാം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള കോഫി ബോർഡ് ഓഫ് ഇന്ത്യയാണ് കോഴ്സ് നടത്തുന്നത്. കാപ്പിയുടെ രുചി വ്യത്യാസങ്ങൾ പഠിക്കാനുള്ള രാജ്യത്തെ ഏക കോഴ്സാണിത്. കാപ്പി രുചിച്ചു നോക്കി ഇതെവിടെ ഉൽപ്പാദിപ്പിച്ചു എന്നതടക്കം പറയുന്നതാണ് കോഫി ടേസ്റ്ററുടെ മിടുക്ക്. അളവിൽ എന്ത് മാറ്റം വരുത്തിയാൽ എത്രമാത്രം രുചിക്കൂട്ടൊരുക്കാം എന്ന് ചിന്തിക്കാനും തിരിച്ചറിയാനും കഴിയണം. വിപണിയിലെ ട്രെൻഡുകൾ അറിഞ്ഞിരിക്കണം. കോഫി റോസ്റ്റർ എന്ന പോസ്റ്റിലും തൊഴിലവസരമുണ്ട്. കോഫിയുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിൽ കാപ്പി വറുക്കുന്നതിന് വലിയ പങ്കുണ്ട്. കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്വയം സംരംഭകരാകുകയും ചെയ്യാം. സ്റ്റാർബക്സ്, ഡക്കിൻ ഡോണറ്റ്, നെസ്കഫെ പോലുള്ള വമ്പൻ കോഫി ബ്രാൻഡുകളിൽ കോഫി ടേസ്റ്ററായി ജോലി ലഭിച്ചാൽ പ്രതിമാസം തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കാം. വിശദമായ വിജ്ഞാനവും അപേക്ഷാ ഫോമും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണം.
നമ്പർ 1 ഡോക്ടർ BR അംബേദ്കർ വീതി ബാംഗ്ലൂരു 560001 എന്ന വിലാസത്തിലുള്ള കോഫി ബോർഡ് ഓഫീസിൽ നിന്നും ഫോം നേരിട്ട് വാങ്ങാം. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോമും അനുബന്ധ രേഖകളും ഡിവിഷണൽ ഹെഡ് കോഫി ക്വാളിറ്റി, കോഫി ബോർഡ് നമ്പർ 1 ഡോക്ടർ BR അംബേദ്കർ വീതി ബാംഗ്ലൂരു 560001 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 16 അയക്കണം. ഒക്ടോബർ 18 അഭിമുഖവും തെരഞ്ഞെടുപ്പും. 2,50,000 കോഴ്സ് ഫീസ്. പട്ടികവിഭാഗക്കാർക്ക് 1,25,000 രൂപ. ഇമെയിൽ സ്ക്രീനിൽ കൊടുക്കുന്നു. സൗദിയിലും ഖത്തറിലും മലേഷ്യയിലും ജോലി ഒഴിവുകൾ. ഈ യോഗ്യത നിങ്ങൾക്കുണ്ടോ? സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിൻ്റെ പ്രവാസി നിയമസഹായ പദ്ധതിയിലേക്ക് കേരളീയരായ ലീഗൽ കൺസൾട്ടൻറ്റുമാരെ ക്ഷണിക്കുന്നു. സൗദി അറേബ്യ, ദമാം, റിയാദ്, ജിദ്ദ, UAE, ഷാർജ, ഒമാൻ മസ്കറ്റ്, ഖത്തർ ദോഹ, മലേഷ്യ കൊലാലംപൂർ, ബഹ്റൈൻ മനാമ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. അഭിഭാഷകനായി കേരളത്തിലും അപേക്ഷ നൽകുന്ന രാജ്യത്തും നിയമമേഖലയിൽ കുറഞ്ഞത് 2 വർഷം പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം. താൽപ്പര്യമുള്ളവർ www.norcaroots.org വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയുടെ സ്കാൻ ചെയ്ത കോപ്പിയും മറ്റ് അനുബന്ധ രേഖകളുടെ പകർപ്പുകളുമായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് 2024 സെപ്റ്റംബർ 20 അപേക്ഷ നൽകേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിലെ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത, ചെറിയ കുറ്റകൃത്യങ്ങൾ എന്നിവ മൂലവും തൻ്റേതല്ലാത്ത കാരണങ്ങളാലും നിയമക്കുരുക്കിൽ അകപ്പെടുന്ന പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. കേസുകളിന്മേൽ നിയമോപദേശം, നഷ്ടപരിഹാരം, ദയാഹർജികൾ എന്നിവയിൽ സഹായിക്കുക, മലയാളി സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് നിയമ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ ഭാഷകളിൽ തർജ്ജിമ നടത്തുന്നതിന് വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കുക എന്നിവയ്ക്ക് അതാത് രാജ്യത്തെ മലയാളി അഭിഭാഷകരുടെ സേവനം ലഭ്യമാക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 ഇന്ത്യയിൽ നിന്നും +91-880-2012-345 വിദേശത്ത് നിന്നും മിസ്ഡ് കോൾ സർവീസ് ബന്ധപ്പെടാവുന്നതാണ്. 100% വിശ്വസ്തതയുള്ള ഓൺലൈൻ ജോബ്. നമുക്ക് ചുറ്റുമുള്ള നിരവധി സ്ത്രീകളാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനായി ആഗ്രഹിക്കുന്നത്. വിവാഹശേഷം പുറത്തുപോയി ജോലി ചെയ്യാൻ പലർക്കും സാധിക്കാറില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ജോലികളെപ്പറ്റി എല്ലാവരും അന്വേഷിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഓൺലൈൻ വഴി സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ കാണാമെങ്കിലും അതിൽ പലതും ഫേക്കായിരിക്കും. എന്നു മാത്രമല്ല, ജോലി തരാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടുന്നവരും അതിലുണ്ടായിരിക്കും. എന്നാൽ 100% വിശ്വസ്തയോടുകൂടി ജോലി ലഭിക്കാവുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്നു മാത്രമല്ല, വലിയ ഒരു വരുമാനം നേടാനും ഇത്തരം ഒരു ജോലി കൊണ്ട് സാധിക്കുന്നതാണ്. ചെക്ക് ഇന്ത്യ എന്ന ജോബ് സൈറ്റാണ് ഇത്തരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു സൈറ്റ്. US ബേസായി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശമ്പളം നേടാം എന്നതും പ്രത്യേകതയാണ്. മാസത്തിൽ 1 ലക്ഷത്തോളം പേയ്മെൻറ്റുകൾ നടത്തുന്നുണ്ട് എന്നതാണ് വെബ്സൈറ്റ് നൽകുന്ന വിവരം. രജിസ്റ്റർ ചെയ്ത് 2 ടെസ്റ്റുകൾ പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വർക്ക് ലഭിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ പാസ്സാകുന്ന രീതിയിലുള്ള ടെസ്റ്റുകളായിരിക്കും ഉണ്ടാവുക. സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് എന്നായിരിക്കും നിങ്ങളുടെ ജോലിക്ക് നൽകുന്ന പേര്. ഇതുവഴി നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആണ് എങ്കിൽ അത് സംബന്ധിച്ച ക്വസ്റ്റ്യൻ തരികയും
അത് എവിടെ നിന്ന് വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്തി നൽകുകയുമാണ് വേണ്ടത്. എന്നാൽ നിങ്ങളുടേതായ രീതിയിലേക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ശേഷം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഉത്തരത്തിനും പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ്. എല്ലാ മാസവും 11-ാം തീയതി മുതൽ 14-ാം തീയതിക്കുള്ളിലായി പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഒരു സാലറി എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു തുക സമ്പാദിക്കാവുന്നതാണ്. അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഒരു മാസം 10 ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്യണം എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്റ്റീവ് ആകുന്നതാണ്. ചെക്ക് ഇന്ത്യ രജിസ്റ്റർ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ആദ്യം ചെക്ക് ഇന്ത്യ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും നൽകിയിട്ടുള്ള ബോക്സ് എന്നിവ ടിക്ക് ചെയ്ത് നൽകി സൈൻ അപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ നൽകുന്ന ഇമെയിൽ ഐഡിയിൽ ഒരു ലിങ്ക് ലഭിക്കുന്നതാണ്. അത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. 71 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേര്, സബ്ജക്റ്റ് എന്നിവയെല്ലാം നൽകാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും അതേ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അടുത്ത സ്റ്റെപ്പ് സബ്ജക്റ്റ് ടെസ്റ്റ് എടുക്കുക എന്നതാണ്. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റിനെ സംബന്ധിച്ച് 12 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ 60% മുകളിൽ നിങ്ങൾ മാർക്ക് നേടേണ്ടതുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഗൈഡ് ലൈൻ ടെസ്റ്റിലേക്ക് പോകാവുന്നതാണ്. നൽകിയിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കോ ഗൂഗിൾ എന്നിവ ഉപയോഗിച്ച് ആൻസർ കണ്ടെത്താവുന്നതാണ്. ടൈം ലിമിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിന് സമയമെടുത്ത് ഉത്തരം നൽകിയാൽ മതി. 12 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് അറിയാവുന്നതാണ്. പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ലെവൽ ടെസ്റ്റിലേക്ക് പോകാവുന്നതാണ്. 2 തവണ മാത്രമാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2 അറ്റംപ്റ്റും കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് മാത്രമാണ് ടെസ്റ്റ് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി ഗൈഡ് ലൈൻ ടെസ്റ്റാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പമാണ്. അവർ നിങ്ങൾക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് തരുന്നതാണ്. അതിൽ നൽകിയിരിക്കുന്ന എല്ലാ ഗൈഡ് ലൈൻസും കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്താൽ വളരെ എളുപ്പത്തിൽ ടെസ്റ്റ് പാസ്സാകാവുന്നതാണ്. അടുത്തതായി ഡിഗ്രി വെരിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. തുടർന്ന് പാൻ വെരിഫിക്കേഷൻ, ബാങ്ക് വെരിഫിക്കേഷൻ, അഡ്രസ് പ്രൂഫ്, മൊബൈൽ വെരിഫിക്കേഷൻ എന്നിവ കൂടി ചെയ്യേണ്ടതുണ്ട്. മൊബൈൽ വെരിഫിക്കേഷൻ OTP വഴിയാണ് ചെയ്യേണ്ടി വരിക. എല്ലാ ടെസ്റ്റുകളും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നൽകി തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് നൽകിയ ക്വസ്റ്റ്യന് ഉത്തരം അറിയില്ല എങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻ ലഭിക്കുന്നതാണ്. അത് അറിയില്ലെങ്കിൽ വീണ്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ലഭിക്കുമ്പോൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻ 2 മണിക്കൂറിനുള്ളിൽ ആൻസർ കണ്ടെത്തി അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങളുടെ അക്കൗണ്ടിനെ ഡാഷ്ബോർഡിൽ എല്ലാവിധ വിവരങ്ങളും കൃത്യമായി കാണാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ജോലി ആവശ്യമുള്ളവർക്ക് തീർച്ചയായും ഉപയോഗപ്പെടുത്താവുന്ന ഒരു വെബ്സൈറ്റാണിത്. വിശദമായ വിവരങ്ങൾ ഈ ചാനലിൽ നേരത്തെ വീഡിയോ സഹിതം കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.